കൂടി കുഴച്ചെടുത്തതാണ് ചപ്പാത്തിയുടെ പരുവത്തിൽ. ചപ്പാത്തി അടിയാണല്ലോ, അപ്പോൾ എന്തായാലും ചപ്പാത്തി ആവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും കുഴച്ചെടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ തേങ്ങ ചിരകിയത് അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ശർക്കര ഞാൻ ചീകിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങയും ശർക്കരയും കൂടി വരട്ടിയെടുത്താലും നല്ലതാണ്. ഇത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് എന്തോരം വേണോ അത്ര എടുക്കുക. പിന്നെ ഏലക്കാപ്പൊടി, ഇത്ര സാധനങ്ങളാണ് ആവശ്യം. ഇപ്പോൾ ചപ്പാത്തി മാവ് ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെയോ പൂരിയുടെയോ വലിപ്പത്തിൽ എടുക്കാം. നന്നായിട്ട് ഓരോന്നും പരത്തിയെടുക്കുക. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തെടുക്കുക. അത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശർക്കര അങ്ങനെ ഒലിച്ച് വരും. അതുകൊണ്ടാണ് ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒലിച്ച് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കണം. അത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചേക്കണതുകൊണ്ടാണ് ഇത്രയും. ഒരു 1/4 ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഓരോ ചപ്പാത്തി എടുത്തിട്ട് അതിൽ ഈ തേങ്ങയും ശർക്കരയും കൂടിയുള്ള മിക്സ് എടുത്ത് വയ്ക്കുക. നമ്മൾ അട ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ്. അടയ്ക്ക് അരിമാവ് കുഴച്ച് പരത്തണമെന്നേ ഉള്ളൂ. ഇത് ചപ്പാത്തി മാവ് പരത്തിയെടുക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അരിക്കെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ അടുപ്പത്തിടുമ്പോൾ അത് വിട്ടുപോരും. ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഡിസൈനിലോ അങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ട് പ്രസ് ചെയ്താലും മതി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാം. കല്ല് ചൂടായി കഴിയുമ്പോൾ ഓരോന്നും ഇട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്താൽ മതി. ഇനി മീതെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, അതും ടേസ്റ്റ് തന്നെയാണ്. നേരത്തെ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തപ്പോൾ കുറച്ച് നെയ്യും കൂടി അതിൽ ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പറയാൻ ഞാൻ വിട്ടുപോയി. ഒരു വശം ചെറുതായിട്ട് ഇങ്ങനെ കുമളച്ച് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നെയ്യ് പുരട്ടി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചൂട് കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. വളരെ സിമ്മിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഉള്ളു വേവണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ചൂട് കൂടിക്കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. അരികെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നടുഭാഗം ഒന്ന് വേവാനായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ചപ്പാത്തിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. 4 മണി പലഹാരമായിട്ട് കഴിക്കാം. പണ്ടൊക്കെ സ്കൂള് വിട്ടും ഒക്കെ വരുമ്പോൾ ഇത് അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.